നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിലായിരിക്കുകയാണ് ഏതാനും വ്യാപാരികളും കെട്ടിട ഉടമകളും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ 2 തവണ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ചൊവ്വാഴ്ച പവന് 1800 രൂപ കുറഞ്ഞു. തൃക്കൂർ പഞ്ചായത്തിൽ കാർഷിക ജലസേചനത്തിനുള്ള മോട്ടോർ പമ്പ് സെറ്റ് വാങ്ങിയ കർഷകർക്ക് സബ്സിഡി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആവേശം അലതല്ലിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സാംസ്കാരിക നഗരിയിലെ പുത്തൂർ എന്ന കൊച്ചുഗ്രാമത്തെ വികസിത കേരളത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത് ജനസഹസ്രങ്ങളാണ്. സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച എന്ന പദ്ധതിയാണ്. കേരളത്തിന്റെ വികസന കുതിപ്പിന് നാഴികക്കല്ലായത് കിഫ്ബി പദ്ധതിയാണെന്നും എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ കഴിയുമെന്നും തൃശൂർ സുവോളജിക്കൽ പാർക്കും കിഫ്ബിയുടെ ഏറ്റവും മികച്ച സംഭാവനയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, ഫ്ലൈഓവറുകളായി, വിവിധ പദ്ധതികളായി, അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് സുവോളജിക്കൽ പാർക്കും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, ധനമന്ത്രി K ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, K രാധാകൃഷ്ണൻ MP, MLA മാർ, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KP രാജേന്ദ്രൻ, മുൻ മന്ത്രിമാരായ K രാജു, VS സുനിൽകുമാർ, സുവോളജിക്കൽ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടലരസൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി തുടങ്ങി കലാ, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമീണ റോഡ് വികസനത്തിന് പഞ്ചായത്തുകൾക്ക് 1000 കോടി അനുവദിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 4 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലടക്കം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തുന്നതെന്നും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി മുഖ്യമന്ത്രിയുടെ പദ്ധതി വഴി 1000 കോടി രൂപയോളം പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നിട്ടും വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തിന് കഴിഞ്ഞതായും IT പാർക്കുകൾ വൻ നഗരങ്ങളിൽ നിന്ന് മാറി കൊരട്ടി, ചാലക്കുടി വരെ വന്നതായും കൂടുതൽ ചെറുപ്പക്കാർ IT രംഗത്തേക്ക് വരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ശുചിത്വം ഉറപ്പാക്കാനും മാലിന്യ സംസ്കരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബ്രഹ്മപുരം മോഡൽ അടക്കം ഉയർത്തിക്കാട്ടി മന്ത്രി അഭിനന്ദിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ വാർഡുകളിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതിനേക്കാൾ പൊതു താൽപര്യം പരിഗണിച്ച് പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പിൽ നിന്നും 2.5 കോടി രൂപയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 1.5 കോടി രൂപയും ചേർത്ത് 4 കോടി രൂപ ചെലവിലാണ് നന്മണിക്കരയിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 14,313.07 ചതുരശ്ര അടി വിസ്തൃതിയിൽ വിവിധ സൗകര്യങ്ങളോട് കൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ CP വിൻസെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത്, ഭദ്ര മനു, KV ഷാജു, ട്രീസ ബാബു, റോസിലി റപ്പായ്, സണ്ണി ചെറിയാലത്ത്, ബിന്ദു ശശീന്ദ്രൻ, KA അനിൽകുമാർ, ഷിൻഡ സനോജ്, ബേബി മോഹൻദാസ്, രാജേഷ് കുമാർ, നിഷ വേണു, VT ജയലക്ഷ്മി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സജു ഡേവിഡ്, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവരെല്ലാവരും രാഷ്ട്രീയം വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ളവരാണ്. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും പാർട്ടിക്കാരാവില്ല, അല്ലെങ്കിൽ മുന്നണിയാവില്ല. പക്ഷെ നാട്ടുപ്രതി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് നാടിന് വേണ്ടിയിട്ടാണ്. അക്കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടാവും, കാലം കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പണ്ട് മുതലേ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് കൊടകര പുതുക്കാട് കാട്ടിൽ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മേലോട്ട് വയ്ക്കുന്ന പോർക്കോളിന് വഴിയാണ്. നിങ്ങൾക്കത് പുതുമയായി തോന്നില്ല, പക്ഷെ ധാരാളം പോർക്കോളിന് വഴി വെളിയിലെ വരുമ്പോൾ മനസ്സിലാക്കാവുന്ന സ്ഥലമാണ്. ഈ ഇഷ്ടികകളുടെ അല്ലെങ്കിൽ ഒട്ടു ഫാക്ടറികളുടെ നാടാണ് ഇത്. വളരെ വേഗതയിൽ തന്നെ ബഡ്ജറ്റ് അവതരണ ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തുക ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തിയ അതിന് നേതൃത്വം നൽകുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാന ബജറ്റിൽ 2.5 കോടി രൂപ നമുക്ക് അനുമതി ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി 4 കോടി രൂപയുടെ 14,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന തരത്തിൽ ഒരു മനോഹരമായ കെട്ടിടം സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ബഡ്ജറ്റിൽ നിന്ന് 2.5 കോടി രൂപയും ഗ്രാമ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 4 കോടി രൂപയും ഒക്കെ തന്നെ സമാഹരിച്ചുകൊണ്ട് നടപ്പാക്കുന്നത് നേരത്തെ ബഹുമാന്യായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് യഥാർത്ഥ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 7 ഗ്രാമപഞ്ചായത്തുകൾ അതിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏതാണ്ട് 100% മാർക്ക് മേടിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച പഞ്ചായത്താണ്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിലായിരിക്കുകയാണ് ഏതാനും വ്യാപാരികളും കെട്ടിട ഉടമകളും. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും നെന്മണിക്കര ഭാഗത്തേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് കെട്ടിടം വെള്ളക്കെട്ടിലായത്. ആമ്പല്ലൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള വട്ടക്കുഴി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിന്റെ ഒരു ഭാഗം 5 മാസത്തോളമായി വെള്ളക്കെട്ടിലാണ്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇതോടെ ഉപയോഗിക്കാൻ കഴിയാതെയായി. കെട്ടിടത്തിന്റെ മറുഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റി. വർക്ക്ഷോപ്പ് പ്രവർത്തിച്ചിരുന്ന ഭാഗം പൂർണ്ണമായും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ദേശീയപാതയ്ക്ക് കുറുകെ കനാലിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് കിഴക്കുവശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. ഈ കനാലിന് മുൻപിൽ മണ്ണ് കൂട്ടിയിട്ടതാണ് വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത്. പ്ലൈവുഡ് ഗ്ലാസ് കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന പ്ലൈവുഡ് ഗ്ലാസ് മെഷീനറികൾ എന്നിവ നശിച്ചെന്നും ഉടമകൾ പറയുന്നു. ഇപ്പോൾ ഈ കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണെന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം പകുതിയിലേറെ ജീർണിച്ചുവെന്നും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സാഹചര്യമാണെന്നും
ഷോപ്പ് അധികൃതർ പറഞ്ഞു. വെള്ളത്തിന്റെ നീരൊഴുക്ക് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഈ ബിൽഡിങ്ങിനോട് തൊട്ട് ചേർന്നുള്ള പിന്നിൽ കാണുന്ന ഈ പാടം നിറയെ വെള്ളമാണ്. ഇപ്പോൾ മഴവെള്ളം പെയ്തതിന് ശേഷം വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇത് കടത്തിവിടാനുള്ള ഒരു കൾവേർട്ട് നാഷണൽ ഹൈവേയുടെ അടിയിൽ കൂടെ പുതിയതായിട്ട് ഇവർ പണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് തുറന്ന് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ വെള്ളക്കെട്ട് ആമ്പല്ലൂരിലെ ഈ പ്രദേശത്ത് നിന്നും മറുകരയിലേക്ക് പോകാനോ ഇത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഇതുവരെ നാഷണൽ ഹൈവേ ഈ പുതിയ കൺസ്ട്രക്ഷൻ ടീം ഒന്നും തന്നെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്ന വെള്ളക്കെട്ട് ഞങ്ങളുടെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങിലെ അടിഭാഗത്ത് ഒരു ഫ്ലോർ നിറയെ വെള്ളക്കെട്ടായി മാസങ്ങളോളം വെള്ളത്തിലാണ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ 2 തവണ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ചൊവ്വാഴ്ച ആകെ ഗ്രാമിന് 225 രൂപ വിലയിടിഞ്ഞു. പവന് 1800 രൂപയും കുറഞ്ഞു. രാവിലെ ഗ്രാമിന് 75 രൂപ ഇടിഞ്ഞ് 11,225 രൂപയായിരുന്നു. ഉച്ചതിരിഞ്ഞ് വീണ്ടും 150 രൂപ ഇടിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,075 രൂപയും പവന് 88,600 രൂപയും രേഖപ്പെടുത്തി. റെക്കോർഡ് വിലയിൽ നിന്നും ദിവസങ്ങൾക്കുള്ളിലാണ് സ്വർണ്ണവിലയിൽ വൻ ഇടിവുണ്ടായത്. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കലോത്സവ കമ്മിറ്റി ചെയർമാനും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KM ബാബുരാജ് നിർവഹിച്ചു. നവംബർ 4, 5, 6, 7 തീയതികളിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സേവിയേഴ്സ് UPS, സെന്റ് ആന്റണീസ് LPS എന്നിവിടങ്ങളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, കൺവീനർ CB ശ്രീലേഖ, കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ടോബി തോമസ്, ഇരിങ്ങാലക്കുട AEO MS രാജീവ്, ജോയിന്റ് കൺവീനർ M യൂജിൻ പ്രിൻസ്, ഇരിങ്ങാലക്കുട ഉപജില്ലാ വികസന സമിതി കൺവീനർ ഡോക്ടർ AV രാജേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ KA വർഗീസ്, പുതുക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് NM സരീഷ്, TO ജോൺ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ KV അഭിനവ് കൃഷ്ണയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക കാലാവസ്ഥ വ്യതിയാന കർമ്മ പദ്ധതിയുടെ പ്രകാശനവും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും മന്ത്രി R ബിന്ദു നിർവഹിച്ചു. പ്രാദേശിക കാലാവസ്ഥ വ്യതിയാന കർമ്മ പദ്ധതി അവതരിപ്പിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള കർമ്മ പരിപാടി കിലയുമായി സഹകരിച്ചാണ് തയ്യാറാക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഡോക്ടർ KV സിൻഡ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, കില ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ S ശ്രീകുമാർ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A ബാലചന്ദ്രൻ, ഭരണസമിതി അംഗം ശ്രീജിത്ത് പട്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ കാർഷിക ജലസേചനത്തിനുള്ള മോട്ടോർ പമ്പ് സെറ്റ് വാങ്ങിയ കർഷകർക്ക് സബ്സിഡി വിതരണം ചെയ്തു. തൃക്കൂർ കൃഷിഭവനുമായി ചേർന്നായിരുന്നു പദ്ധതി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഗിഫ്റ്റി ഡെയ്സൺ, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ ദീപ ജോണി, KP ദിവ്യ, വാറുണ്ണി കുഴിക്കാട്ടുശ്ശേരിക്കാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുക്കാടിന് പുതിയ സൗന്ദര്യ സങ്കല്പങ്ങളുമായി ബീച്ച് ബ്യൂട്ടി സലൂൺ ബുധനാഴ്ച രാവിലെ 8:30 പ്രവർത്തനം ആരംഭിക്കും. ദേശീയപാതയോരത്ത് പഴയ പോലീസ് സ്റ്റേഷന് സമീപം KR കോംപ്ലക്സിൽ ആരംഭിക്കുന്ന ബ്യൂട്ടി സലൂൺ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രൊഫഷണലുകളുടെ സാന്നിധ്യത്തിൽ ആരംഭിക്കുന്ന ബീച്ച് ബ്യൂട്ടി സലൂണിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ നാട് എന്റെ വോട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഭരണപ്രതിപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നു. ഇന്ന് അളഗപ്പനഗർ പഞ്ചായത്തിൽ ഭരണപക്ഷത്തു നിന്നും UDF-ന് വേണ്ടി പ്രസിഡന്റ് K രാജേശ്വരിയും LDF പ്രതിനിധി PK ശേഖരനും NCTV-യോടൊപ്പം ചേരുന്നു. അളഗപ്പനഗർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം പഞ്ചായത്തിന്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് ഈ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞത്. 3 കാലയളവിലായിട്ടുള്ള തുടർ ഭരണം തന്നെയാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ കാലയളവിൽ 2 തവണ നാഷണൽ അവാർഡും 2 തവണ സ്വരാജ് ട്രോഫി നേടാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് പഞ്ചായത്തിന്റെ ആ ഒരു തൃപ്തി അത് തന്നെയാണ് ഈ സൽഭരണത്തിന് കേന്ദ്ര അവാർഡ് കിട്ടാനായി ഉണ്ടായ കാരണം. പിന്നെ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളിൽ 95% ഇവിടെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഈ 25-26 വാർഷിക പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ പഞ്ചായത്തിന്റെ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്ന എന്നുള്ള പരിപാടി 100% പൂർത്തീകരിക്കാനായിട്ട് പഞ്ചായത്തിന് കഴിയും. എല്ലാ സമസ്ത മേഖലകളിലും പഞ്ചായത്തിന്റെ കൈയെത്തിക്കാനായിട്ട് പഞ്ചായത്തിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. 2020 മുതലുള്ള ഭരണസമിതി 5 വർഷം കാലാവധി പൂർത്തിയാകാൻ പോവാണ്. പഞ്ചായത്തിലെ പൊതുവായിട്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു രംഗത്തും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുക. സാമ്പത്തികമായി പഞ്ചായത്തിന്റെ വരുമാനത്തിൽ വലിയ വർധനവുണ്ട്. പക്ഷെ നമ്മുടെ പൊതുവായിട്ടുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന റോഡ് ഫണ്ട് പരിപൂർണമായും ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല പഞ്ചായത്തിന്. അതുകൊണ്ടാണ് റോഡ് സഞ്ചാരയോഗ്യമായ അല്ലാത്ത റോഡുകളായിട്ട് നിൽക്കുകയാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അളകപ്പനൂർ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ധാരാളം പ്രശ്നങ്ങളുണ്ട്. എല്ലാ വർഷവും 10 ലക്ഷം 15 ലക്ഷം വരെ ടാങ്കർ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം ആ രംഗത്ത് ഉണ്ടാവാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമ്മുടെ ക്ലബ്ബുകൾ, പഞ്ചായത്ത് കലോത്സവം, അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കാളിത്തം കുറഞ്ഞു വരിക. അവരെ അതുപോലെ തന്നെ അവരെ സജീവമാക്കി കൊണ്ടുവരാൻ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള ആ കാര്യത്തിലും പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അളകപ്പനൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് തെരുവുനായ ശല്യം, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പ്രായം ചെന്ന ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലായിട്ടുണ്ട്. പൊതു ശ്മശാനം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിരവധിയായിട്ടുള്ള പോരായ്മകൾ, പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ട് കാര്യക്ഷമമായിട്ട് ചെലവഴിച്ചിട്ടില്ല. കൊടകര മേളകലാ സംഗീത സമിതിക്ക് കീഴിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നു. പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച KV അനന്തുകൃഷ്ണ, K ആരോമൽ, ആദിൽ വിപിൻ, ES ആര്യകൃഷ്ണ, AS വൈഷ്ണവ്, സാരംഗ് PS, MA വിജയ് കൃഷ്ണ, വരദ് C ബൈജു, KC രാജൻ, ദേവനന്ദന ഷിജു, ശിവനന്ദ ഷിജുമോൻ, തേജസ് സലീഷ് എന്നിവരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കൈയും കോലും ഉപയോഗിച്ച് കൊട്ടി അരങ്ങേറിയത്. അരങ്ങേറ്റ മേളത്തിന് കുറുങ്കുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് രാമചന്ദ്രൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ 70ഓളം സഹമേളക്കാർ പങ്കെടുത്തു. അരങ്ങേറിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെരുവനം കുട്ടന്മാരാർ ഉപഹാരം നൽകി. മേളകലാ സംഗീത സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത്, ട്രഷറർ അരുൺ നായർ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണം തുടങ്ങി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, വാർഡംഗം VS സൂരജ്, പ്രധാന അധ്യാപിക VS ഷീല, സീനിയർ അധ്യാപിക KP രജനി, PTA പ്രസിഡന്റ് ഫിറോസ് ഷാ, MPTA പ്രസിഡന്റ് രേഖാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചിരിഞ്ഞു. ഉത്സവ പറമ്പുകളിൽ തലയെടുപ്പോടെ നിന്നിരുന്ന കണ്ണന് ആരാധകരേറെയാണ്. കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കണ്ണൻ. ചൊവ്വാഴ്ച രാവിലെയാണ് കൊമ്പൻ ചെരിഞ്ഞത്. പഴയന്നൂരിൽ ഇരുചക്ര വാഹനം മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക്. ചേലക്കര തൊണ്ടൻകാവ് സ്വദേശി സജയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി ഇരുചക്ര വാഹനം മറിയുകയായിരുന്നു. പരിക്കേറ്റ സജയ്യെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ താൽക്കാലിക ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. ഡിപ്ലോമ, ഡിഗ്രി ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം.
കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 40 വയസ്സിന് താഴെയാണ് പ്രായപരിധി. ഒക്ടോബർ 30 രാവിലെ 11:30 പുതുക്കാട് താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ഇന്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 275 1232 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,075 രൂപയും പവന് 88,600 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിലായിരിക്കുകയാണ് ഏതാനും വ്യാപാരികളും കെട്ടിട ഉടമകളും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ 2 തവണ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ചൊവ്വാഴ്ച പവന് 1,800 രൂപ കുറഞ്ഞു. തൃക്കൂർ പഞ്ചായത്തിൽ കാർഷിക ജലസേചനത്തിനുള്ള മോട്ടോർ പമ്പ് സെറ്റ് വാങ്ങിയ കർഷകർക്ക് സബ്സിഡി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.